ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ള സംശയം ഉണ്ടാവില്ലേ? വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് അറിയുന്ന രീതിയിലുള്ള സംശയങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാം. ഓക്കെ, അപ്പം നമ്മളിവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ വർക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബാൻഡ് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അത് സാധാരണ വീഡിയോസിൽ പറയുന്നത് പോലെ എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് കട്ടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 mm വൈറ്റ് ബീഡ്സാണ് കേട്ടോ. 2 mm വൈറ്റ് ബീഡ്സും 6 mm പിങ്ക് ബീഡ്സുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ബീഡ്സ് നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ട് കിട്ടും കേട്ടോ. അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ എയർ ആക്സസറീസ്, എയർ ഓയിൽ കേട്ടോ. ഇത്രയും ഐറ്റംസ് എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ വൈറ്റ് 2 mm ബീഡ്സ് ഇട്ട് കൊടുത്തു. എന്നതിന് ശേഷം 2 ആണോ 3 ആണോ എന്നറിയില്ല കേട്ടോ, 2 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ 6 mm രണ്ട് സൈഡിലായിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 mm ബീഡ്സ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം നമ്മൾ എല്ലാ വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ, ബ്രേസ്ലെറ്റിൻ്റെ വർക്കായാലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം. നിങ്ങൾ ഈ വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നതെങ്കിൽ തൊട്ട് മുമ്പുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് പോയി വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വർക്കുകളും എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബീഡ്സുകളുണ്ടല്ലോ, അതെല്ലാം മോട്ടി ബീഡ്സ് ആണ് കേട്ടോ. മിക്സ്ഡ് ആയിട്ടാണ് ഈ ഒരു ബീഡ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ബീഡ്സിന് നിങ്ങൾക്ക് വരുന്ന റേറ്റ് വെറും 150 രൂപയാണ്. 1/2 കിലോത്തിന് വരുന്നത് വെറും 150 രൂപയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാ കളറും ഉണ്ടാവും. ഫസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബീഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് വളരെ ഉപകാരമായിട്ടുണ്ടാവുക. കാരണം ഇതിലെല്ലാ കളറുകളും മിക്സ്ഡ് ആയിട്ടാണ് ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കളറായിട്ട് ചൂസ് ചെയ്ത് വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ഓരോ കളറുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവും. നിങ്ങൾ ഫസ്റ്റായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബീഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഞാൻ ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. കാരണം അവർ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ടൈമുകളിൽ അവർ എന്താ പറയുക, എല്ലാം മിക്സ്ഡ്, ഈ പേക്കുകളെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം മിക്സ്ഡ് ആയിട്ട് വരുമല്ലോ, അതെല്ലാം കൂടി അവരൊരു പേക്ക് ആക്കിയിട്ട് നമുക്ക് 1/2 കിലോ അങ്ങനെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വരുന്ന റേറ്റ് വെറും 150 രൂപ മാത്രമാണ് കേട്ടോ. ഓക്കെ, 150 രൂപയും പിന്നെ നിങ്ങൾ ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ബീഡ്സുകളും അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ 2 mm മുതൽ 10 mm വരെയുള്ള ബീഡ്സുകൾ അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വർക്ക് ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു ബീഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ആ ഒരു ബീഡ്സ് മാത്രമല്ല, ബാക്കി എല്ലാ ടൈപ്പ് ബീഡ്സുകളും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, എയർ ഓയിൽ എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ. കുറച്ചൊരു ഭാഗം വരെ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതേ സെയിം മെത്തേഡോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഓരോ സ്റ്റെപ്പുകളും നമ്മളുടെ ഓരോ ഐഡിയക്കനുസരിച്ചാണ് ചെയ്യുന്നത്. എത്രത്തോളം വർക്ക് ഫിനിഷിംഗ് ആണ് ഒന്നും എനിക്കറിയില്ല, നിങ്ങളാണത് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എത്രത്തോളം സിമ്പിളായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. കുഞ്ഞു മക്കൾക്ക് പോലും ഈ ഒരു വീഡിയോ കണ്ടാൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ എന്താ പറയുക, ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഒത്തിരി ആളുകൾ ജ്വല്ലറി ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ഹെയർ ബോ ഐറ്റംസ് സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ട് കേട്ടോ. പല ജില്ലകളിലായിട്ട് ഇരുന്ന് നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളുണ്ട്.
ഇന്ത്യക്ക് പുറത്തും അകത്തുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഡെയിലി നമ്മൾ എന്താ പറയുക, ഫാമിലിയിലോട്ട് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്നത്. ഒത്തിരി ആളുകൾ ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോ ഒരുമിച്ചിരുന്ന് കാണാമെന്നുണ്ടെങ്കിൽ ഒത്തിരി ആളുകൾ നമ്മളെ വീഡിയോ കാണാനുണ്ടാവും കേട്ടോ. കാരണം ചില ആളുകൾ സബ്സ്ക്രൈബേഴ്സ് മാത്രമായിട്ടാണ്, ചില ആളുകൾ വീഡിയോ ഡെയിലി വാച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. പല രീതിയിലാണ്, അതെല്ലാം ഓരോരുത്തരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അതിലൊന്നും നമ്മൾ ഒരിക്കലും എന്താ പറയുക ചോദിക്കാൻ പാടില്ല. കാരണം ഓരോരുത്തർക്ക് എന്ത് കാണണം, ഏത് കാണണ്ട എന്നുള്ളതൊക്കെ അവരവനാണ് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്, അവരൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അതിനൊക്കെയുള്ള റീപ്ലൈ നമുക്ക് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റിൽ സെൻറ്ററിൽ ഒരു ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ടെന്ന്. അപ്പോൾ ആ ഒരു ബീഡ്സാണ് കേട്ടോ ഇത്. ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ബീഡാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇട്ട് കൊടുത്തതെന്നുണ്ടാവൂലേ. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഒറ്റ ഹോളാണ് കേട്ടോ അതിനുള്ളത്. ഡബിൾ ഹോളിൻ്റെ ബീഡ്സ് വരുന്നുണ്ട് അതേ സെയിമിലുള്ളത്. പക്ഷേ ഇത് ഒറ്റ ഹോളായതുകൊണ്ട് തന്നെ നമ്മൾ ആ 2 ത്രെഡും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബീഡ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു വൈറ്റ് ബീഡ് അവിടെ ലോക്കിംഗ് സിസ്റ്റത്തിൽ കിടന്നിരുന്നു. അതേ സെയിം മെത്തേഡിലാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സെൻറ്ററിൽ ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് ബീഡ് ലോക്കിംഗ് സിസ്റ്റം ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 2 ഭാഗവും ഒരേ ലെവലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഫസ്റ്റ് സ്റ്റെപ്പ് റൊട്ടേറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തല്ലോ, അതുപോലെ 2 സൈഡിലായിട്ട് പിങ്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം വൈറ്റ് 2 mm 2 ആണോ 3 ആണോ ഞാൻ പറഞ്ഞാവും 2 mm വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. ഒത്തിരി ആളുകൾക്ക് നമ്മൾ ചില വീഡിയോസിലൊക്കെ പരമാവധി എഫേർട്ട് എടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആളുകൾ ഈ ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഞാൻ ഓരോ വീഡിയോസിലും പറയണമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോകും. കാരണം എനിക്ക് തന്നെ വെറുപ്പായി തുടങ്ങി. ഇത് പറയാതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ആ വീഡിയോസിൻ്റെ കാര്യം കട്ട പോകുകയാണ് കേട്ടോ. ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദയവ് ചേർന്ന് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈക്ക് ഒന്ന് ചെയ്തേക്കൂട്ടോ. നിങ്ങൾ ലൈക്കിൻ്റെ അനുസരിച്ചാണ് നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തണം കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വർക്ക് ചെയ്യാം. എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് അല്ലേ, 3, 4, 2, 1 മക്കളിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ഒരു ഫ്രീ ടൈമിലായിട്ട് ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ഏറ്റെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, നമ്മളെ ശരീരത്തിന് മെനക്കെടുകളോ ഒരു കുഴപ്പമില്ല. എല്ലാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. പിന്നെ സെയിലിംഗ് ആണ്. സെയിലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഫോട്ടോസ് കാര്യങ്ങൾ സെൻഡ് ചെയ്യുക, റീൽസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുക. അതുപോലെ ഗ്രൂപ്പ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക്, അതുപോലെ നമ്മളുടെ തൊട്ടടുത്തുള്ള ആളുകളോട് എല്ലാം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ ഓരോ വർക്കിലും അതിനനുസരിച്ചായിരിക്കും നമ്മൾ റിസൾട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾ ലാസ്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള സംശയം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റ് എൻഡിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കോർത്തെടുത്തിട്ടുള്ള ആ വൈറ്റ് ബീഡ് ഉണ്ടല്ലോ, അതിലൂടെയാണ് ആ ഒരു ത്രെഡ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ആ 2 ത്രെഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ത്രെഡ് അതിലൂടെ ഇട്ട് കൊടുക്കുക, മറ്റേ ത്രെഡ് മറ്റേ സൈഡിലൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഒട്ടുമിക്ക വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ ഇതാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞറിയേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ഇത് എന്താ പറയുക, ബീഡ്സ് കളറ് പോണ ബീഡ്സോ ഒന്നും അല്ല കേട്ടോ. ഒത്തിരി നമുക്ക് എന്താ പറയുക, ഒരുപാട് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഡ്സും കൂടിയാണ്. പെട്ടെന്ന് കളറ് ഇളകി പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.